ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയാ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വ്ളോഗാണ് കേട്ടോ. ഇതിൻ്റെ വ്ളോഗ് കുറച്ച് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പല തിരക്കുകളിലും പെട്ടുപോയി. അപ്പോൾ എല്ലാവരും ഈദ് നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈദിൻ്റെ തലേ ദിവസം തന്നെ ഞങ്ങൾ രണ്ടാളും പുറത്തൊക്കെ പോയി കണ്ട് മെഹന്തിയൊക്കെ ഇടിയിപ്പിച്ചിട്ടോ, ഒരു ഈദ് വൈബ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ലക്നൗവിൽ ഈദ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. നാട്ടിലേക്ക് എന്തായാലും പോകാൻ പറ്റിയില്ല, കാരണം മോനക്ക് ഇവിടെ സ്കൂളിൽ ലീവൊന്നും ഇല്ലായിരുന്നു. അപ്പം അടുത്ത പെരുന്നാൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നാട്ടിൽ കൂടാമെന്ന് വിചാരിച്ച്. തലേ ദിവസം തന്നെ നമ്മൾ ലക്നൗ പോകാമെന്ന് വിചാരിച്ച്. പിറ്റേന്ന് ഈദ് രാവിലെ അവിടെ കൂടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു 12 ടൈമിലൊക്കെ കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മക്കൾക്ക് ഫുഡൊക്കെ വയറ് നിറച്ച് കൊടുക്കണമല്ലോ. 3 മണിക്കൂറാവും ഇനി ലക്നൗവിലെത്താൻ വേണ്ടിയിട്ട്. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ലക്നൗ എത്തിയതന്നെ അറിഞ്ഞിട്ടില്ല കേട്ടോ. എപ്പോഴും നമ്മൾ പോകുമ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് കിട്ടാനിങ്ങനെ പണിയാണ്. ഞാനിങ്ങനെ ചോദിക്കില്ല എപ്പോഴാത്ത. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അഭിയും പ്രവീണയുള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. നല്ല ജോളിയായിട്ട് തന്നെ അവിടെ എത്തിട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മൂനും ഫാമിലിയും ഉണ്ടായിരുന്നു. അവർ വേറെ കാറിലാണ് കേട്ടോ. എല്ലാവരും ഹോട്ടലിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ലക്നൗവിലുള്ള ഹോളിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. നല്ല അടിപൊളി ഹോട്ടലാട്ടോ, എനിക്കിഷ്ടമാണ്. പേഴ്സണലി എനിക്ക് നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മൂനും ഫാമിലി ഓൾറെഡി വന്ന് ചെക്ക് ഇൻ ചെയ്ത് റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓല് പിന്നെ രാവിലെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. ഓൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു ഈദിനുള്ള. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരെ വൈകി പോരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റൂമിലെത്തിട്ടോ. ഇതാണ് റൂം. ഞാൻ പറഞ്ഞില്ലേ നല്ല നീറ്റ്നെസ്സാണ്, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ആ കാര്യത്തിൽ ചിലതൊക്കെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരുമാതിരി തോന്നുമല്ലോ. ആ ഒരു സംഗതി ഒന്നുമില്ല, നല്ല അടിപൊളിയാണ്. അങ്ങനെ പിന്നെ ലഗേജൊക്കെ ഞങ്ങൾ റൂമിൽ വെച്ചാണ്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആയിക്കാണ്ട് ഞങ്ങളിപ്പം നോമ്പറക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സിനിപോളിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളിലേക്കാണ് കേട്ടോ പോണേ. നോമ്പറക്കുന്ന ടൈമിൽ ആ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, കാരണം ആ ഫുഡ് കഴിക്കുന്ന തിരക്കിൽ അതൊക്കെ വിട്ടുപോയി കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് നമ്മൾ റൂമിലോട്ട് പോയേ. അങ്ങനെ രാവിലെ ആയി രണ്ടാൾ നേരത്തെ എണീപ്പിച്ച് കുളിപ്പിച്ചൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. രണ്ടാളെ കൊണ്ട് ഈദ് മുബാറക്ക് പറയിപ്പിച്ചതാണ്. പിന്നെ പള്ളിയിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല, കാരണം നമ്മളെ ഹോട്ടലിൽ നിന്ന് കുറേ ദൂരം ഉണ്ടായിരുന്നു പള്ളി. അപ്പം എത്തുമ്പോഴത്തേന് നേരം വൈകും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഹോട്ടലിൽ തന്നെ നിസ്കരിച്ചൊക്കെ ചെയ്തേ. അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, പലതരം വെറൈറ്റി ഐറ്റംസ്. പക്ഷേ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു, കാരണം ഒക്കെ ഒരു വെജ് ഐറ്റംസാണ് കേട്ടോ കൂടുതൽ. നോൺ വെജും ഉണ്ട്, പക്ഷെ അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ. ഇവിടുന്ന് ഞങ്ങളൊരു തവണ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതെന്തോ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങൾ മസാല ദോശ, നെയ്റോസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചേ. ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് നാട്ടിൽ ഇത് കൂടാത്തതിൻ്റെ ആ ഒരു സങ്കടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മക്കൾക്കാണെങ്കിലും എൻ്റെ അമ്മേൻ്റെ മക്കളൊക്കെ ആയിട്ട് കളിച്ച് ഓലും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തീറ്റയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പൂളിലൊന്ന് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ച്. മക്കൾ പിന്നെ ഒരു സൗകര്യം തരുന്നില്ലായിരുന്നു. ഞങ്ങളെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് തൊട്ട് താഴെ നോക്കിയാൽ തന്നെ ഈ പൂളാണ് കേട്ടോ. അപ്പോൾ പിന്നെ അപ്പം മുതലുണ്ട് പൂളിൽ കളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ അതാ പൂളിലോട്ട് പോവുകയാണേ. പൂളിൽ പിന്നെ ഇവർക്ക് ആർമാദിച്ച് കളിക്കാനുള്ള അത്രയും സ്പേസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ പൂളായിരുന്നു. പിന്നെ എൻ്റെ കുട്ടിയൊക്കെ പിന്നെ വെള്ളം കണ്ടാൽ പിന്നെ അതിന് വേണ്ടി കയറ്റാൻ പിന്നെ പണിയാണ്. കുറേ ടൈമായി തന്നെ ആയിരുന്നു കേട്ടോ. ഇവർ ഈ കുളിക്കുന്ന ടൈമിൽ അപ്പുറത്ത് നല്ല ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി ഞങ്ങൾ രണ്ടാളും കൂടി ഫോട്ടോസ് റീൽസൊക്കെ എടുക്കലുണ്ട് ഞങ്ങൾക്ക് പണി. ഒരാളെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കയറ്റിച്ച് പോനൊന്ന് ഉണക്കാനിട്ടിക്കുകയാണ് കേട്ടോ. വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ട് ഡ്രസ്സൊക്കെ.
അങ്ങനെ പിന്നെ ഒരു 12:30 ടൈമിൽ ഞങ്ങൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ലഞ്ച് അവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചാണ്ട് പിന്നെ ലുലു മാൾ പോകാമെന്ന് വിചാരിച്ച്. നമ്മൾ ആ നിന്നിരുന്ന ഹോട്ടലിന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ലുലു മാൾക്ക്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടിരുന്നു വീഡിയോക്ക് ആവശ്യമുള്ളതൊക്കെ ആയിട്ട്. ലുലു മാളിൽ ഇപ്പോൾ നല്ല നമുക്ക് പറ്റിയ ഐറ്റംസൊക്കെ കിട്ടുള്ളൂ. മീൻസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ. ഇവിടുത്തെ ഈ മാളിൽ എപ്പോഴും ഭയങ്കര തിരക്കാട്ടുണ്ടാവൽ. പ്രത്യേകിച്ച് ഈ ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടാവൽ കേട്ടോ. ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. ഈ ചെറിയുള്ളി, ചേന, മുരിങ്ങക്കായ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോഴാട്ടോ മേടിക്കൽ. വേറെ എവിടെയും കിട്ടലില്ല. പിന്നെ ഒരുവിധം എല്ലാ നാട്ടിലും കിട്ടുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടലുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ അധികം കുനാഫ മേടിക്കണം കേട്ടോ. ഇവിടുത്തെ കുനാഫ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്